ഇതാണ് വന്ദേ ഭാരതിന്റെ ചാത്തൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വണ്ടി എന്നാണ്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല കേട്ടോ. ഇത് അമൃത് ഭാരത് എക്സ്പ്രസ് ആണ്. നമ്മളൊരു വന്ദേ ഭാരതിന്റെ ലുക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഈ ഒരു വണ്ടിയുടെ A to Z കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ്. വെൽക്കം ടു ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ. ഞാൻ സഞ്ജയ് കൃഷ്ണൻ. അപ്പം ഞാൻ കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഈ ഒരു വണ്ടി വന്ന് കയറിയത്. നോക്കിയപ്പോൾ നല്ല അടിപൊളി വണ്ടി ഗൈസ്. സൈഡിലൊക്കെ ആണെങ്കിൽ LED ബോർഡൊക്കെ ഉണ്ട്. വലതുകാല് വെച്ച് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അടിപൊളി ഇന്റീരിയർ, സീറ്റിന്റെ കവറും അതേപോലെ തന്നെ സീറ്റിന്റെ ആ ഒരു കളർ പാലറ്റും ഒക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് സാധാരണ നമ്മൾ കാണുന്ന ട്രെയിനിൽ നിന്നും. അതേപോലെ തന്നെ പ്രത്യേകം ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കുലുക്കം, ശബ്ദം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ചില ട്രെയിനിലൊക്കെ ആണെങ്കിൽ ജെർക്കിങ് അതുപോലെ അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നോക്കിയാൽ എവിടെ നോക്കിയാലും ചാർജിങ് പോയിന്റ് ആണ്. അത് ചാർജിങ് പോർട്ടാണ്, USB പോർട്ട് ഉണ്ട്, സാധാരണ നമ്മളെ പ്ലഗ് കുത്താനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതുപോലെ ഫോൺ വെക്കാനുള്ള സ്പേസ് കൂടിയുണ്ട്. അത് ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ കുത്തിയിട്ട് ബാഗിൽ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറുക്കി വെക്കേണ്ടി വരും. ഇതൊന്നുമില്ല. പിന്നെ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പഞ്ഞി പോലെയുണ്ട്. അത് ഏത് സീറ്റാണെങ്കിലും, മുകളിലുള്ള ബെർത്തിലുള്ള സീറ്റാണെങ്കിലും താഴെ നമ്മൾ ഇരിക്കുന്ന സാധനമാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ചാരുന്നുള്ള സാധനമാണെങ്കിൽ പോലും ഭയങ്കര സ്മൂത്താണ്. കാരണം ഒരുപാട് സമയം നമ്മൾ ഈ ഒരു ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നടുവേദന, പുറം വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് ഒന്ന് നടന്നു നോക്കാം. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ CCTV ക്യാമറ ഉണ്ട്. ഒരു കോച്ചിൽ എനിക്കൊന്ന് ഒരു 2-3 അതിൽ കൂടുതലുണ്ട് കേട്ടോ. ഓരോ വാതിലിൻ്റെ അടുത്ത് തന്നെ 2-3 CCTV ക്യാമറ ഒക്കെ ഉണ്ട്. ഒരു LED ബോർഡ് ഉണ്ട്. അത് ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ബോർഡാണ്. ഇത് ജനറൽ കോച്ചിൽ നിന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ റെയിൽവേ. പിന്നെ ബാത്റൂം സൈഡൊക്കെ നോക്കിയാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഒരു കുറ്റം പറയാനില്ല ആ ഒരു കാര്യത്തിൽ. ഇത് ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ് ആണ്. യൂറോപ്യൻ സ്റ്റൈൽ ടോയ്ലറ്റും ഉണ്ട്. ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ് തന്നെ സാധാരണ ഇന്ത്യൻ ടോയ്ലറ്റ് ട്രെയിനുകളിലാണെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ഇതിൻ്റെ അകത്ത് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. പുതുപുത്തൻ പോലെയുണ്ട് ഈ ഒരു സാധനം. ട്രെയിനും പുതിയതാണ്. അതുകൂടാതെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവമൊക്കെ. പിന്നെ നമ്മുടെ വന്ദേ ഭാരതിലുള്ള ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഏകദേശം വരുന്നുള്ളതും. ഇതിൽ ഞെക്കിയാൽ ഹാൻഡ് വാഷ് വരും കേട്ടോ. അതിൽ ഹാൻഡ് വാഷ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട്, അതിനൊന്നും ഒരു പ്രത്യേകിച്ച് കുറ്റങ്ങളോ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഏകദേശം വന്ദേ ഭാരതിൻ്റെ അത്ര വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് നമുക്കൊന്ന് സ്ലീപ്പറിൽ പോയി നോക്കാം. സ്ലീപ്പർ കോച്ചിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. സാധാരണ സ്ലീപ്പർ ടിക്കറ്റ് ഒന്നും അവൈലബിൾ ആവാറില്ല. ഇതിലാണെങ്കിൽ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട്. ഒരൊറ്റ കുഞ്ഞ് ഈ ഒരു വണ്ടിയിലില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നെങ്കിൽ ഈ ഒരു ട്രെയിനിൻ്റെ ടൈമിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങോട്ട് നോക്കിയാലും ഫോൺ ചാർജ് ചെയ്യാനുള്ള സാധനമാണ് അധികം ഉള്ളത്. പിന്നെ ബാക്കി നോക്കിയാൽ നമ്മുടെ സാധാരണ സ്ലീപ്പർ പോലെ ഈ ഒരു സൈഡിൽ 3 എണ്ണം, പിന്നെ ഇവിടെ ഗ്ലാസ് ഉണ്ട്, കണ്ണാടി ഉണ്ട്, ഫുഡ് വെക്കാനുള്ള സാധനമുണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരുപാട് പോർട്ടുകൾ ഈ ഒരു ഇതുണ്ട്. തല വെക്കുന്നിടത്തും കാല് വെക്കുന്നിടത്തും ഒക്കെ ഇതുപോലുള്ള സെറ്റപ്പാണ് ഉള്ളത്. അതെന്തായാലും നന്നായി. കാരണം അത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഒരു കാലത്ത്. പിന്നെ സീറ്റൊക്കെ കണ്ടോ, ഭയങ്കര മറ്റേ നമ്മുടെ ജനറൽ ഇല്ലേനേക്കാളും സ്മൂത്താണ് ഇതിലുള്ള സീറ്റുകൾ. ഭയങ്കര സ്മൂത്താട്ടോ. ആ ഒരു വിരലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ താഴ്ന്നു പോകുന്നുണ്ട്. ഈ ഒരു ട്രെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് മാംഗ്ലൂർ ജംഗ്ഷനിലോട്ടും മാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്നും നാഗർകോവിൽ ജംഗ്ഷനിലോട്ടും പോകുന്നുള്ള വണ്ടിയാണ്. ആഴ്ചയിൽ ഒരു തവണ മാത്രമാണ് ഓടുന്നുള്ളത്. അതായത് നാഗർകോവിൽ നിന്ന് മാംഗ്ലൂരിലേക്ക് ചൊവ്വാഴ്ചയും മാംഗ്ലൂരിൽ നിന്നും നാഗർകോവിലോട്ട് ബുധനാഴ്ചയാണ് ഈ ഒരു ട്രെയിൻ ഓടുന്നത്. നാഗർകോവിൽ ജംഗ്ഷനിൽ രാവിലെ 11:40 ഈ ഒരു വണ്ടി എടുക്കുന്നുള്ളത്. അത് തിരുവനന്തപുരം സെൻട്രൽ, കൊല്ലം, കോട്ടയം വഴി, എറണാകുളം ടൗൺ വഴി, ഷൊർണൂർ അങ്ങനെ മാംഗ്ലൂരേക്ക് വരികയാണ്. കാസർഗോഡ് മാംഗ്ലൂരേക്ക് വരികയാണ്. തിരിച്ചു പോകുന്നതും സെയിം വഴി തന്നെയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ബുധനാഴ്ച രാവിലെ 8 മണിക്കാണ് മാംഗ്ലൂർ ജംഗ്ഷനിൽ ഈ ഒരു വണ്ടി എടുക്കുന്നത്. എനിക്കറിയാത്ത ഒരേ ഒരു കാര്യം, 11 ജനറൽ കോച്ചും 8 സ്ലീപ്പർ കോച്ചുള്ള ഈ ഒരു വണ്ടി എന്തിനാണ് ഈ ഒരു സമയത്ത് ഓടിക്കുന്നതെന്നാണ്. കാരണം മലബാറിൻ്റെയോ മാവേലിയുടെയോ സമയത്ത്, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഒരു ഈവനിങ് ടൈമിൽ ഈ ഒരു വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഇത്രയും ഉപകാരപ്പെടുന്ന, ഇത്രയും യാത്രക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടി വേറെ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ഇവരെന്തിനാണ് ഈ ഒരു സമയത്ത് ഓടിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വണ്ടിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.